വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മുടെ മൊഡ്യൂൾ 4 ആണ്. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിന്റെ ലാസ്റ്റ് മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂളിൽ വെബ് ഡിസൈനിങ്, അതിൽ നമ്മൾ ബേസിക്സ് ഓഫ് HTML, CSS ആൻഡ് ജാവാസ്ക്രിപ്റ്റ് ആണ് പഠിക്കേണ്ടത്. ഇതൊരു പ്രോഗ്രാമിംഗ് വരുന്ന ഒരു മൊഡ്യൂളാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാനും അതുപോലെ എന്താണ് തിയറി ക്വസ്റ്റ്യൻസും രണ്ടും ചോദിക്കാം. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ HTML ആണ്, സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ CSSഉം, തേർഡ് വീഡിയോയിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റും ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. പ്രോഗ്രാമിംഗ് അതിൽ നമ്മൾ ബേസിക്സ് ഓഫ് HTML ആണ് ഇന്ന് കവർ ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിക് അണ്ടർസ്റ്റാൻഡിങ് ദ വെബ് കണ്ടന്റ് ഡെലിവറി, അണ്ടർസ്റ്റാൻഡിങ് HTML, XHTML കണക്ഷൻസ്, ഇതായിരിക്കും നമ്മുടെ സെക്കൻഡ് മൊഡ്യൂള്. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂൾ അല്ല, നമ്മുടെ സെക്കൻഡ് വീഡിയോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ വെബ് ഡിസൈൻ ആണ്. അപ്പോൾ വെബ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഇസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ്. നമ്മൾ കാണുന്ന വെബ്സൈറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും, ഡിസൈൻ ചെയ്യുകയും നമുക്ക് വിഷ്വലി കണ്ടാൽ നല്ല ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ യൂസർ ഫ്രണ്ട്ലിയും അതുപോലെ എല്ലാ ഫങ്ഷൻസും പെർഫോം ചെയ്യുന്ന ഒരു നല്ല രീതിയിലൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു വെബ് ഡിസൈനിങ്ങിലൂടെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 3 മെയിൻ ടെക്നോളജീസ് ആണ് HTML, ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, അത് നമ്മുടെ വെബ് പേജിന്റെ സ്ട്രക്ചറിനും, CSS എന്ന് പറഞ്ഞാൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്, അത് നമ്മുടെ സ്റ്റൈലിങ്ങും ആൻഡ് ഡിസൈനിങ് ഓഫ് ദ വെബ് പേജ്. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് ഇന്ററാക്റ്റീവ് ഡൈനാമിക് ബിഹേവിയേഴ്സ്, മീൻസ് ഇപ്പോൾ എന്താണ്, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് പേജിൽ പോകാം, അങ്ങനത്തെ കുറേ ആക്ഷൻസ് പെർഫോം ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഓരോ ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എ ഗുഡ് വെബ് ഡിസൈൻ എൻഷുർ സ്മൂത്ത് യൂസർ എക്സ്പീരിയൻസ്. ഒരു വെബ് ഡിസൈൻ നല്ലതായിരിക്കണമെങ്കിൽ നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഫാസ്റ്ററായിട്ട് പ്രോസസ്സ് ചെയ്യണം, റെസ്പോൺസീവ് ആയിരിക്കണം. റെസ്പോൺസീവ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫോണിൽ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ആണെങ്കിൽ ഡെസ്ക്ടോപ്പിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനത്തെ സ്ക്രീൻ ആയിരിക്കും. ഇനി ടാബ് എടുക്കുകയാണെങ്കിൽ വേറൊരു സ്ക്രീൻ ആയിരിക്കും അല്ലേ? അപ്പോൾ ഓരോ സ്ക്രീൻ അനുസരിച്ച് നമ്മുടെ വെബ്സൈറ്റ് മാറുന്നതിനാണ് റെസ്പോൺസീവ്നെസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വെബ് ഡിസൈൻ പ്രാക്ടീസസ്, അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. കാരണം നമ്മൾ സിമ്പിൾ ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക, റീഡബിൾ ആയിരിക്കുക, ഫോണ്ടുകൾ കളേഴ്സ് ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നതായിരിക്കുക, പിന്നെ മൊബൈൽ ഫ്രണ്ട്ലി, ദാറ്റ് ഇസ് റെസ്പോൺസീവ് ആയിരിക്കുക, പിന്നെ ഒപ്റ്റിമൈസ്ഡ് ഇമേജ്, ലോഡ് ടൈം കൂടുതലാവരുത്. ഇപ്പോൾ ഇമേജ് ഒക്കെ ലോഡ് ആവാൻ കുറേ ടൈം ഒന്നും എടുക്കാൻ പാടില്ല. പിന്നെ ഡിഫറെൻറ്റ് ബ്രൗസേഴ്സിൽ ടെസ്റ്റ് ചെയ്യുക, അതാണ് കോമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ എഡ്ജിലും ക്രോമിലും ബ്രേവിലും ഒക്കെ വർക്ക് ചെയ്യുന്നതായിരിക്കണം. ഇനി വെബ് കണ്ടന്റ് ഡെലിവറി. വെബ് കണ്ടന്റ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെർവിങ് വെബ് പേജസ് ആൻഡ് മൾട്ടിമീഡിയ കണ്ടന്റ് ടു യൂസർ വൈ ഇന്റർനെറ്റ്. അപ്പോൾ ഇന്റർനെറ്റ് വഴി വെബിലെ കണ്ടന്റ്സ് മീൻസ് എന്താണ്, യൂസേഴ്സിന് കൊടുക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, വെബ് കണ്ടന്റ് ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് വെബ് സെർവേഴ്സ് വേണം അല്ലേ? നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചതാണ്, വെബ് സെർവറുകൾ വേണം. ഈ സെർവറിലാണ് വെബ്സൈറ്റ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്, അപ്പാച്ചെ, NGINX, IIS. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ www.example.com എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു വെബ് പേജ് പോയിട്ട് ബ്രൗസർ റിക്വസ്റ്റ് ചെയ്ത് ഇത് വെബ് സെർവറിൽ പോയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, സെർച്ച് ചെയ്യുന്നത്. ഈ ഒരു example.com അതിലുണ്ടാവുന്ന സെർച്ച് ചെയ്യും. ക്ലയന്റിലോട്ടാണ് നമ്മൾ ഈ വെബ് പേജസ് റിസീവ് ആവുന്നത്. അത് നമ്മുടെ ക്രോമും എഡ്ജും ഫയർഫോക്സും എന്ത് വേണമെങ്കിലും ആവും. അത് നമ്മൾ കഴിഞ്ഞൊരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത. പിന്നെ HTTP, HTTPS. HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതെന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ദ വെബ് പേജസ് വിത്തൗട്ട് എൻക്രിപ്ഷൻ ഇല്ലാതെ ചെയ്യാനായിട്ട്. പിന്നെ HTTPS എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് ചെയ്യും, യൂസേഴ്സ് എൻക്രിപ്റ്റഡ് ആയിരിക്കും, സെക്യൂർഡ് ആയിരിക്കും നമ്മുടെ വെബ്സൈറ്റ്. ഓക്കെ, അതാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ആ ഒരു ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഇന്റർവ്യൂക്ക് ആണെങ്കിലും ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണത്. ഇനി ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിമിന് എന്ത് ചെയ്യും, കൺവേർട്ട്സ് ഒരു IP അഡ്രസ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യും. ഇനി കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സെർവേഴ്സ് ആണ് ദാറ്റ് ഡെലിവർ ദ വെബ് പേജസ് കണ്ടന്റ് ഫാസ്റ്റ്. അതിൽ വെബ് കണ്ടന്റ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഡെലിവർ ചെയ്യും, അതിനായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്, CDN. ഇനി HTML ആൻഡ് XHTMLന്റെ കണക്ഷൻസിനെ പറ്റി ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ HTML മീൻസ് ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഇറ്റ് ഈസ് യൂസ് ടു ക്രിയേറ്റ് ദ സ്ട്രക്ചർ ഓഫ് വെബ് പേജ് യൂസിങ് ടാഗ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ HTML ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അതിൻ്റെ ഒരു സിമ്പിൾ ഒരു HTML പ്രോഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം
ഡോക് ടൈപ്പ് HTML എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ HTML ഇങ്ങനെ എഴുതുന്നത് ഓരോ ടാഗുകളെയാണ്, ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഓരോ ടാഗ്. അപ്പൊ HTML മേക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ടാഗ്സ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഓരോരോ ടാഗ്സുകളായിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അപ്പൊ HTML ടാഗ് ഉണ്ട്, ഹെഡ് ടാഗ് ഉണ്ട്, ടൈറ്റിൽ എന്ന് പറഞ്ഞ ഒരു ടാഗ് ഉണ്ട്, പിന്നെ പിന്നെ ബോഡി ഉണ്ട്. ബോഡിയുടെ അകത്താണ് നമുക്ക് HTML മെയിൻ കണ്ടന്റ് എഴുതുന്നത്. മെയിൻ കോണ്ടന്റ് എഴുതുന്നത് ഏതിലാണ്, നമ്മുടെ ബോഡിയിലാണ്. പിന്നെ അതുപോലെ തന്നെ HTML ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്റ്റെൻസിബിൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് XHTML എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രിക്റ്റർ ആണ്, ക്ലീനർ വേർഷൻ ഓഫ് HTML ആണ്, ദാറ്റ് ഫോളോസ് XML റൂൾസ്. XML റൂൾസ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ XHTML മീൻസ് എക്സ്റ്റെൻസിബിൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഇതിൽ കുറച്ചും കൂടി സ്ട്രിക്റ്ററും ക്ലീനറും ആയിട്ടുള്ള വേർഷൻ ഓഫ് HTML ആണ് യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഫോളോസ് XML റൂൾസ്. ഇനി അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഡോക് ടൈപ്പ് HTML കൊടുത്തതിന് വേറെ കുറച്ചൊരു പബ്ലിക് സ്ട്രിക്റ്റ് കുറച്ചും കൂടി കോഡ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ കുറച്ചും കൂടി അത് സ്ട്രിക്റ്റർ ആണ് ആൻഡ് ക്ലീനർ വേർഷൻ ആണെന്നാണ് പറയുന്നത്. ഇനി അതിന്റെ മെയിൻ ഡിഫറൻസ് ഇതിൽ വന്നത് സിൻടാക്സ് ഇത് ഫ്ലെക്സിബിൾ ആണ്, ഇത് സ്ട്രിക്റ്റ് അതുപോലെ എഴുതണം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എഴുതണം. ഇനി ടാഗ് ക്ലോഷർ ഓപ്ഷണൽ ആണ്. ഇപ്പൊ ചിലതിന് ക്ലോസ് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, ഇവിടെ മാൻഡേറ്ററി ആയിട്ട് ക്ലോസ് ചെയ്യണം. പിന്നെ നെസ്റ്റിങ്ങിൽ വലിയ സ്ട്രിക്ട്നെസ് ഇല്ല, മീൻസ് സിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നെസ്റ്റിംഗ് എന്താന്ന്. അപ്പൊ നെസ്റ്റിംഗ് ഒക്കെ കോൾ ചെയ്യുന്നതിൽ വലിയ സ്ട്രിക്ട്നെസ് ഇല്ല, പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രോപ്പർലി അത് നെസ്റ്റഡ് ആയിരിക്കണം. പിന്നെ കേസ് സെൻസിറ്റീവ് അല്ല, പക്ഷെ ഇവിടെ എന്താണ് ലോവർ കേസ് റിക്വയർഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഈ ടൈറ്റിൽ ഇങ്ങനെ എഴുതുന്നതിന് പകരം ക്യാപിറ്റൽ എഴുതാൻ പറ്റൂല, മീൻസ് അപ്പൊ എന്താണ് കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, പിന്നെ ഓൾഡർ ബ്രൗസേഴ്സിൽ സപ്പോർട്ടഡ് ആണ്, ഇതിലെന്ന് പറഞ്ഞാൽ മോഡേൺ ബ്രൗസേഴ്സ് തന്നെ വേണം. അപ്പൊ ഈ ഒരു ഡിഫറൻസ് ആണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, നമുക്ക് HTML ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോട്ട് കിടക്കാം. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് അതിന്റെ ഒരു full form. Is a foundation of web development. It is used to create and structure the web page. It consists of element tags and that define contents like headings, paragraphs, images and links. Key features പറയുകയാണെങ്കിൽ defines the structure of web page. ടാഗുകൾ ഉണ്ടാവും, ടാഗുകൾ യൂസ് ചെയ്യും. വർക്ക്സ് വിത്ത് CSS ഫോർ സ്റ്റൈലിംഗ്, ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് ഇന്ററാക്ഷന് വേണ്ടിയിട്ടാണ്. ഇനി ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ബേസിക് സ്ട്രക്ചർ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. അപ്പൊ ബേസിക് സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഒരു ഹെഡ് ഉണ്ടാവും, ഹെഡ് ഏരിയ ഉണ്ടാവും. ആ ഹെഡ് ഏരിയയുടെ ഉള്ളിൽ കുറച്ച് മെറ്റാ ഡേറ്റാസ് ഉണ്ടാവും. പിന്നെ ടൈറ്റിൽ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ബോഡി സെക്ഷൻ ഉണ്ടാവും. ഈ ഒരു സെക്ഷനാണ് ബോഡി. അതുപോലെ HTML ക്ലോസ് ചെയ്ത ഒരു ടാഗ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഓരോ ടാഗിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഡോക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡിക്ലെയർസ് ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് ടൈപ്പ്, HTML ആണ് എന്ന് ഡിക്ലെയർ ചെയ്യുന്നതാണ്. HTML എന്ന് എഴുതുമ്പോൾ റൂട്ട് എലമെന്റ് ഓഫ് HTML പേജ്, മെയിൻ സ്റ്റാർട്ടിങ് പറയുമല്ലോ അതുപോലെ. ഹെഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്താണ് മെറ്റാ ഡേറ്റ, അതിൽ നോട്ട് വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇനി ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേജിന്റെ ഇപ്പൊ നമ്മളൊരു ബ്രൗസറൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിൽ വരുന്ന ഒരു പേരുണ്ടല്ലോ, ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ സെർച്ച് ബാർ ഒക്കെ വരികയാണെങ്കിൽ ഈ ഇവിടെ ഒരു പേര് എഴുതിയിട്ടുണ്ടാവുമല്ലോ, മീൻസ് വെബ്സൈറ്റ് അല്ല, അതിന്റെ പൊക്കത്ത് നമ്മളിങ്ങനെ ഓരോ ടാബ് തുറക്കുമ്പോൾ ഇങ്ങനെ ആഡ് ആയിട്ട് വരുമല്ലോ ഒരു ടാബ്, ആ പേരുകളാണ് ഇത് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ. പിന്നെ മെറ്റ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ UTF യൂസ് ചെയ്യുന്നത്. പിന്നെ വ്യൂ പോർട്ട് യൂസ് ചെയ്യുന്നത് റെസ്പോൺസീവ്നെസ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബോഡി മീൻസ് അതിലാണ് വിസിബിൾ ആയിട്ടുള്ള കോണ്ടന്റുകൾ ഉള്ളത്. ഇനി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന HTML ടാഗ്സ് ആണ് പറയുന്നത്. ഹെഡിങ് ടാഗ് അത് H1 to H6 ഉണ്ട്. മെയിൻ ഹെഡിങ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇങ്ങനെ വലിയതായിട്ട് ഇങ്ങനെ നിൽക്കും. സബ് ഹെഡിങ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ചെറുതായിട്ടായിരിക്കും കാണുന്നത്. പിന്നെ സ്മോളർ കുറച്ചും കൂടി വരുമ്പോൾ ചെറുതായിട്ട് ഭയങ്കര ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കും.
ഇങ്ങനെ ഓരോരോ സൈസിൽ വരും. അപ്പോൾ H1 മുതൽ H6 വരെ ഉണ്ട്. സ്റ്റാർട്ടിംഗ് ടാബും ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ക്ലോസിംഗ് ടാബും ക്രിയേറ്റ് ചെയ്യണം. ഇനി പാരഗ്രാഫ് ആൻഡ് ലൈൻ ബ്രേക്സ്. പാരഗ്രാഫ് ആൻഡ് ലൈൻ ബ്രേക്സ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ക്ലോസിംഗ് കൊടുക്കുക. പിന്നെ BR എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ആണ്, അതാണ് ക്രിയേറ്റ്സ് എ ന്യൂ പാരഗ്രാഫ്, ഇൻസേർട്ട് ലൈൻ ബ്രേക്ക്. ഓക്കെ, ഇനി ബ്രേക്ക് നമുക്ക് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ലിങ്ക് മീൻസ് അതൊരു ആങ്കർ ടാഗ് ആണ്. അതെന്തിനാന്ന് പറഞ്ഞാൽ അതിന് ഉള്ളിൽ നമുക്ക് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ HREF എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഹൈപ്പർ ലിങ്ക് ഇതിന്റെ ഉള്ളിൽ കൊടുക്കാം. അപ്പൊ ഈ ഒരു വിസിറ്റ് ഗൂഗിൾ എന്ന് ഒരു ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഇതിന്മ ഞെക്കുമ്പോ നമ്മൾ എങ്ങോട്ട് പോകും? ഗൂഗിൾ എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് പോകും. അതാണ് ലിങ്ക് ഡെസ്റ്റിനേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ HREF കൊടുക്കുക. ഇനി ഇമേജ് കൊടുക്കുക. എന്താണ്, നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യണം നമ്മുടെ വെബ്സൈറ്റിൽ. ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഴ്സ് ഇമേജ് ആയിട്ട് കൊടുക്കുക. സോഴ്സ് ഇമേജ് ഓൾട്ട് ഡിസ്ക്രിപ്ഷൻ വിഡ്ത്ത് 300. അപ്പൊ ഇമേജിന്റെ സോഴ്സ് ആണ്, ഇമേജിന്റെ പേര് image1 എന്നാണെങ്കിൽ image1.jpg. ഇപ്പൊ ഇമേജിന്റെ പേര് car.jpg എന്നാണെങ്കിൽ അത് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ പറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ വിഡ്ത്ത് എത്ര വേണം എന്നുള്ളത് അതും കൊടുക്കുക. ഇതിലൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് HTML 1 hour വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടുന്ന കുറച്ച് വീഡിയോസ് ഉണ്ടാവും. മീൻസ് പ്രോഗ്രാമിംഗ് സ്പെസിഫൈ ചെയ്ത് പഠിപ്പിക്കുന്നത്. നമ്മളിത് ജസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ഇപ്പോൾ നോക്കുന്നുള്ളൂ, ജസ്റ്റ് ഒരു റിവിഷൻ വീഡിയോ പോലെ. കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ HTML 1 hour വീഡിയോസ് ഒക്കെ ആണെങ്കിൽ അവർ പാരലലി പ്രോഗ്രാമിംഗ് ചെയ്ത് കാണിച്ചു തരും. ഇപ്പൊ എനിക്ക് അതിനുള്ള ഒരു ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാത്തത്. അപ്പൊ എന്ത് ചെയ്യാ, അത് പാരലലി കണ്ട് നോക്കിയിട്ട് അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഓരോന്നോരോന്ന് ചെയ്യാന്നുള്ളത്. 1 hour വീഡിയോസ് അല്ലെങ്കിൽ ഹാഫ് an hour വീഡിയോസ് കിട്ടും, ഒന്നും കൂടി ഒരു ക്ലാരിറ്റി കിട്ടാനാണെങ്കിൽ. ഇനി അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്. അൺഓർഡേർഡ് ലിസ്റ്റ് UL കൊടുക്കുന്നത്. UL എന്ന് പറഞ്ഞാൽ അൺഓർഡേർഡ് ലിസ്റ്റ്, ലിസ്റ്റിലെ ഐറ്റംസ് ആണ് LI വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഡിസ്പ്ലേ ഐറ്റംസ് വിത്ത് ബുള്ളറ്റിംഗ് പോയിന്റ്സ്. ഓക്കെ, ഇനി ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ OL കൊടുക്കും, അതിൻ്റെ അകത്ത് LI കൊടുക്കും. ലിസ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ LI. ഓർഡേർഡ് ലിസ്റ്റ് ആകുമ്പോൾ ഇതിന് ഓരോന്നും 1 2 3 എന്ന് പറഞ്ഞ നമ്പേഴ്സ് വരും സൈഡിൽ. 1 സ്റ്റെപ്പ് 1 2 സ്റ്റെപ്പ് 2 3 സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞ് വരും. ഇനി ടേബിൾ ആണെങ്കിൽ ടേബിൾ ബോർഡർ ഇസ് ഈക്വൽ ടു എത്ര ബോർഡർ വേണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യും. TR ടേബിൾ റോസ് ഏതൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുക. നെയിമും ഏജും ആണ് വേണ്ടത്. പിന്നെ അത് ക്ലോസ് ചെയ്യുക. TR അതിൽ അടുത്ത റോയിൽ എഴുതുന്നത് ആലീസ് 22. അപ്പൊ ഇത് ഇങ്ങനെ വരും, നെയിം ഏജ് ഒരു റോ അല്ലെ. നെക്സ്റ്റ് റോയില് വരെന്താ ആലീസ് 22, പിന്നെ അടുത്തത് ബോബ് 25. ഓക്കെ, അപ്പൊ TD എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തുള്ള ഡേറ്റാസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇത് TH എന്ന് പറഞ്ഞാൽ ഹെഡിങ്ങും ഇതെന്ന് പറഞ്ഞാൽ ഡേറ്റയുമാണ് കൊടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഹെഡിങ് ആണല്ലോ, ഇത് ഹെഡിങ് ആണ്. അപ്പൊ ഇനി അടുത്ത ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്? TR TD. ഇപ്പൊ ഇവിടെ സാറ എന്ന് കൊടുക്കുകയാണെങ്കിൽ ബോബിന് വരെ എന്ത് ചെയ്യുക, സാറ /TD. അപ്പൊ ഇവിടെ സാറ വരും. ഇനി സാറയുടെ ഏജ് ഒരു 30 ആണെങ്കിൽ TD 30 ക്ലോസ് ചെയ്യുക. അപ്പൊ ഇവിടെ 30 വരും. അപ്പൊ ഇങ്ങനെയാണത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ടേബിൾ ടാബ് ക്ലോസ് ചെയ്യുക. അപ്പൊ ഇതാണ് ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. ടേബിൾ റോ, ടേബിൾ ഹെഡർ, അതുപോലെ തന്നെ ഡേറ്റ. ഓക്കെ, ഇതൊക്കെയാണ് എഴുതേണ്ടത്. ഇനി ഫോംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഫോം അലോ യൂസേഴ്സ് ടു എൻ്റർ ഡേറ്റ സച്ച് എസ് ലോഗിൻ ഡീറ്റെയിൽസ്. നെയിം ഉണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നെയിം വാങ്ങിക്കണം. അപ്പൊ ഇൻപുട്ട് ടെക്സ്റ്റ് ടൈപ്പ്, ഇൻപുട്ട് വാങ്ങിക്കുന്നതാണ് ഈ ഒരു ലൈൻ ഓഫ് കോഡ് എന്ന് പറഞ്ഞാൽ പ്ലേസ് ഹോൾഡർ എൻ്റർ നെയിം. അപ്പൊ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും എൻ്റർ നെയിം. അപ്പൊ ഇവിടെ നമ്മൾ എന്താ വാങ്ങിക്കേണ്ടത്, നെയിം വാങ്ങിച്ച ഈ ഒരു ഐഡിയിലോട്ട് പോകും. ഇനി ഇമെയിൽ ആണെങ്കിലും അങ്ങനെ പോകും. പാസ്വേഡ് ആണെങ്കിലും അങ്ങനെ പോകും. പിന്നെ സബ്മിറ്റ് ബട്ടൺ എന്ന് പറയുമ്പോൾ അതൊരു ബട്ടൺ ആയിട്ടായിരിക്കും കൊടുക്കുക. പിന്നെ ഫോം എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി കമന്റ് യൂസ് ചെയ്യണ എങ്ങനെയെന്ന് പറഞ്ഞാൽ
ലോങ് കമന്റ്സിൽ നമുക്ക് ഈ ടാഗ് ഓപ്പൺ ചെയ്യുക, എക്സ്ക്ലമേഷൻ കൊടുക്കുക, നമുക്ക് വേണ്ട 2 ഹൈഫൺ കൊടുക്കുക, നമുക്ക് വേണ്ട കമന്റ് എന്താന്ന് പറഞ്ഞു കൊടുക്കുക, പിന്നെ 2 ഹൈഫൺ ഇടുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. കമന്റ് ഹെൽപ്സ് ടു കോഡ്, നമുക്ക് വിസിബിൾ ആക്കാത്ത കോഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി HTML ആട്രിബ്യൂട്ട്സ് നമ്മൾ ആഡ് എക്സ്ട്രാ ഇൻഫോർമേഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഈ ഒരു HREF കൊടുത്തിട്ടുണ്ട് ഒരു വെബ്സൈറ്റ്, ടാർഗറ്റ് എങ്ങാടാണ് ബ്ലാങ്ക് ആയിട്ട് ഒരു വെബ്സൈറ്റിലോട്ട് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് കൊടുക്കുക, ഏത് വെബ്സൈറ്റിലോട്ടാണെന്നുള്ളത്. ഇനി HTML പേജ് ലേഔട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഹെഡർ വേണം, പിന്നെ ഒരു നാവിഗേഷൻ ആണെങ്കിൽ ഓരോന്നായിട്ട് കൊടുക്കുക നാവ് ബാറിൽ. പിന്നെ നമുക്ക് മെയിൻ ഉണ്ട്, മെയിൻ്റെ അകത്ത് എന്തുണ്ട്, നമുക്ക് ഹെഡർ ഉണ്ട്, പാരഗ്രാഫ് ടാബ് ഉണ്ട്, പിന്നെ ഫൂട്ടറായിട്ട് ഒരു ചെറിയ ഇത് കൊടുത്തിട്ടുണ്ട്. ഫൂട്ടേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമല്ലോ ചില വെബ്സൈറ്റിൽ, അപ്പം ഫൂട്ടറും ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഈ ഇത്രയും ടാഗുകളാണ്. കുറച്ചും കൂടി വിഷ്വലി അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഹാഫ് ആൻ അവറിന്റെ വേറെ ഏതെങ്കിലും ചാനലിന്റെ HTML പ്രോഗ്രാമിംഗ് കോഡ് ചെയ്യാൻ പഠിപ്പിക്കുന്ന വീഡിയോസ് നോക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോട്ട്സ് മാത്രം ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എക്സാമിന് എഴുതാനുള്ള കുറച്ച് പോയിന്റ്സ് എന്തായാലും ഈ ഒരു വീഡിയോന്ന് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു.